എന്താ ഏട്ടനും ചോദിക്കാനുള്ളത്? അച്ഛനെ ഏൽപ്പിക്കാൻ വേണ്ടി ആ കോൺട്രാക്ടർ നിന്റെ കയ്യിൽ തന്ന പണം എവിടെ? അത് തൽക്കാലം ഞാനൊന്ന് മറിച്ചെന്നോ? നിന്നോട് ആര് പറഞ്ഞു അതെടുത്ത് മറിക്കാൻ? അല്ല, ഏട്ടൻ്റെ പണമൊന്നും അല്ലല്ലോ, അച്ഛൻ്റെ പണമല്ലേ. കണക്കൊക്കെ ഞാൻ അച്ഛനോട് പറഞ്ഞോളാം. അത് പറ്റില്ല. ആ പണം എന്നെ ഏൽപ്പിക്കണം. നിന്റെ കയ്യിൽ നിന്നും ആ പണം വാങ്ങിക്കൊടുക്കാൻ അച്ഛൻ എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുക. ജഗ, നീ കളിക്കാതെ പണം എടുക്ക്. ഏട്ടനോട് ഞാൻ പറഞ്ഞില്ലേ ആ പണം ചെലവായി പോയെന്ന്. എങ്ങനെ ചെലവായി പോയി? അതൊക്കെ ചെലവായി. ഒരു നന്മയുള്ള പ്രവൃത്തിക്ക് വേണ്ടി ചെലവഴിച്ചെന്ന് കരുതിക്കോ. നന്മയുള്ള പ്രവൃത്തിയോ? ഏട്ടനറിയില്ലേ അനിയൻ അനാഥാലയം തുടങ്ങിയ കാര്യം? ഏട്ടത്തി കളിയാക്കൊന്നും വേണ്ട. അനാഥാലയത്തിന് ചെലവാക്കുന്നത് മാത്രമല്ല നന്മയുള്ള കാര്യം. ജഗൻ ചേട്ടൻ ഒരു അനാഥ കൊച്ചിനെ ദത്തെടുത്തു എന്നറിഞ്ഞു. അനാഥാലയം തുടങ്ങിയത് ഞാൻ അറിഞ്ഞില്ല. ഹരിതേ, നീ ഇപ്പോഴേ ഒന്നും അറിയുന്നില്ല. അതാ നിന്റെ കുഴപ്പം. ഈനാമ്പേച്ചി മരപ്പൊട്ടിയോട് കൂട്ടുകൂടിയൊരു കഥ നീ കേട്ടിട്ടുണ്ടോ? അതിന്റെ ക്ലൈമാക്സിൽ രണ്ടും കുഴിയിൽ വീണു പോവായിരുന്നു. ഇപ്പൊ നിനക്ക് കഥയെഴുത്തും കഥാപാത്രങ്ങളെ സൃഷ്ടിക്കലുമാണ് ജോലിയെന്ന് അറിയാം. അതാണല്ലോ ഇന്ന് നാടകത്തിൽ നിന്ന് തട്ടേ കളിച്ച സ്വാമിജി എന്ന കഥാപാത്രം വന്നത്. ശാപം പിടിച്ച നിന്റെ ഭാര്യയെ പുണ്യവതിയാക്കാൻ ഒരു സ്വാമിജി അവതരിച്ചിരിക്കുന്നു. അയാളെ കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നിയത്. അയാളെ ഞാൻ ഏതോ സിനിമയിലോ സീരിയലിലോ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് കൊടുക്കാൻ മറിച്ചതായിരിക്കും പണം. അയാൾക്ക് കൊടുക്കാനെടുത്താലും അന്നത്തിന് വകയില്ലാത്ത നിന്റെ അച്ചുവീട്ടി കൊടുക്കാനെടുത്താലും നാളെ നേരം വെളുക്കുമ്പോ എനിക്ക് ആ പണം കിട്ടിയിരിക്കണം.